ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വയോലാസ് കിച്ചൺ. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? നമ്മുടെ കേരളക്കാർ ഒരു സ്പെഷ്യൽ ഡിഷായിട്ടുള്ള ബീഫ് ലിവർ റോസ്റ്റാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. വളരെ ഈസിയും വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഈ കരൾ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബീഫിൻ്റെ 500 ഗ്രാം കരളാണ്. അത് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും അതേപോലെ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് കഴുകി കുറച്ച് നേരം നമ്മൾ തിരുമ്പി വെച്ച് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പിനേക്കാളും കുറച്ച് വെള്ളം. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ കരൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഇപ്പം നമ്മുടെ കരൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി വേവിക്കുക. അപ്പം നമ്മുടെ കരൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സവോളയെല്ലാം ഇട്ട് നമുക്കൊന്ന് ഉലർത്തിയെടുക്കാം. ഒരു ഫ്രൈങ് പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് വാട്ടി കഴിയുമ്പോഴത്തേനും നമ്മൾ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഞാനൊരു 10 ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. 5 പച്ചമുളക് ഞാൻ കീറിയിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3 വലിയ വെളുത്തുള്ളിയും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം. അപ്പം ഞാനിതിലേക്ക് 5 പച്ചമുളകും 3 വലിയ വെളുത്തുള്ളിയും അതേപോലെ 10 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പിലയും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും ചേർക്കുന്നുണ്ട്. നമ്മൾ കരൾ വേവിക്കാൻ നേരത്തെ കുറച്ച് ജിഞ്ചർ പേസ്റ്റ് ഇട്ട കാരണമാണ് നമ്മൾ ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ പേസ്റ്റ് ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ചിട്ട് വഴറ്റി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മുടെ കരൾ ഇട്ട് കൊടുക്കുക. അപ്പൊ കരൾ വേവിച്ച ഗ്രേവി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇന്നത് ഉലർത്തിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ച് നമ്മൾ വേവിക്കണം. ഈ അടച്ചു വെച്ച് വേവിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലേവറും ഇതൊക്കെ ഇതിലേക്ക് തന്നെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നത്. അതിന് മുന്നേ നമ്മൾ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, അതുപോലെ വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു കിടു റെസിപ്പിയുമായി നമുക്ക് പിന്നെ കാണാം. ബൈ.